ടിവിക്ക് പിന്നാലെ വിജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പിന്നാലെ ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രചാരണം ആരംഭിച്ചു എന്ന് ഞങ്ങളുടെ തമിഴ്നാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പെട്ടെന്ന് പോയി വരാം. நம்ம டிஆர்பி ராஜா அவர்களுக்கு உதயசூரியன் சின்னத்தில மன்னார்குடி மக்கள் உங்களுடைய வாக்குகளை அளித்து பெரும் வாக்கு வித்தியாசத்தில் வெற்றி பெற வைக்க வேண்டும் என்று நான் கேட்டுக்கொள்கிறேன். திருத்துறைப்பூண்டி தொகுதியில் நமது கொள்கை கூட்டணியின் பலமாக இருக்கக்கூடிய இந்திய கம்யூனிஸ்ட் கட்சியை சார்ந்த பொது உடைமை இயக்கத்துடைய போராளியான தோழர் மாரிமுத்தவர்கள் களமிறங்குகிறார். அவரை பொறுத்தவரை களத்தில் மட்டுமல்ல, கடந்த முறை சட்டமன்றத்திலும் சிறப்பாக செயல்பட்டவர். அப்படிப்பட்ட நம்ம தோழர் மாரிமுத்தவர்களுக்கு திருத்துறைப்பூண்டி மக்கள் கதிரருவாள் சின்னத்தில் உங்களுடைய வாக்குகள் அளித்து பெருவாரியான வாக்கு வித்தியாசத்தில் வெற்றி பெற வைக்க வேண்டும் கேட்டுக்கொள்கிறேன். நன்னிலம் சட்டமன்ற தொகுதிக்கு SDPI கட்சியினுடைய வேட்பாளர் நம்முடைய அன்புக்குரிய சகோதரர் முகமது முபாரக் அவர்கள் களமிறங்குகிறார். சகோதரர் முகமது முபாரக் அவர்கள் கூட்டணி கட்சியாக இருந்தாலும் തമിഴ്നാട്ടിൽ DMK അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതിന്റെ തത്സമയ ദൃശ്യമാണ് കണ്ടത്. അതിനിടയിൽ ദിലീപ് കുമാർ എന്തോ പറഞ്ഞല്ലോ, എന്തോ ഒരു നിരീക്ഷണം നടത്തിയല്ലോ. അല്ല, ഞാൻ ഇത് സ്റ്റാലിൻ ഇപ്പോൾ തിരുവാവൂരിൽ ആ ജില്ലയിലെ സ്ഥാനാർത്ഥികളെ DMK സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളെ കൂടി ആ വേദിയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ കേരളത്തിൽ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട് SDPI CPIM ബന്ധത്തെക്കുറിച്ച്. ഇപ്പോൾ സ്റ്റാലിൻ ഇവിടെ പരിചയപ്പെടുത്തിയ രണ്ട് സ്ഥാനാർത്ഥികൾ, ഒന്ന് CPIയുടെ സ്ഥാനാർത്ഥി മാരിമുത്തു, മറ്റൊന്ന് മുഹമ്മദ് മുബാറക്ക് SDPIയുടെ സ്ഥാനാർത്ഥി. രണ്ടുപേരും അവിടെ ഒന്നിച്ച് നിൽക്കുകയാണ്. പണ്ട് വെങ്കയ്യ നായിഡു പറയുന്നോണം കേരൾ മേം ഗുസ്തി ദില്ലി മേം ദോസ്തി, കേരൾ മേം ഗുസ്തി ദില്ലി മേം ദോസ്തി എന്ന് പറയുന്നോണം കേരൾ മേം ഗുസ്തി ചെന്നൈ മേം ദോസ്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.